സെലിബ്രേഷൻ ഉദ്ദേശിക്കുന്നത് കേക്ക് കട്ടിംഗ്, വൈൻ. എന്തായാലും നമ്മളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളിന്ന് അടിപൊളിയാക്കുകയാണ്. കൂടാതെ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഒരു 7 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഇപ്പൊ നമ്മളുടെ ഒരു ന്യൂ കമർ കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ന്യൂ കമർ മാളവികേനെ നമുക്ക് കണ്ണൻ, പിന്നെ രൂപക്ക് ഇത്രയും നല്ല ഡെക്കറേഷൻ ചെയ്ത. പിന്നെ നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ്. ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഗിഫ്റ്റ് കൈമാറുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കിട്ടിയേക്കുന്ന ക്രിസ്മസ് ഫ്രണ്ടിനെ പറ്റി കുറഞ്ഞത് ഒരു 5 സെന്റൻസ് എങ്കിലും നമ്മൾ അവരെ പറ്റി പറയുക. എന്താണ് നമ്മുടെ ഇഷ്ടമുള്ള എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 5 കാര്യങ്ങൾ പറയുമ്പോ തന്നെ ഇതിലേ പറയും. അപ്പൊ 5 സെന്റൻസ് നമ്മൾ പറയണം. അവരെ കിട്ടിയ ആൾക്കാരെ പറ്റി സംസാരിക്കണം. എന്നിട്ട് നമ്മൾ ഗസ് ചെയ്യണം ആൾ ആരാണത്. അപ്പോഴായിരിക്കും എന്നിട്ടാണ് അയാൾ അകത്തേക്ക് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഗിഫ്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറ്റി സംസാരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ശ്രദ്ധിച്ച് ആ ഗിഫ്റ്റ് കൈമാറണ സമയത്ത് കൃത്യമായി ഫ്രണ്ടിൽ നിന്നും ഫോട്ടോ എടുക്കേണ്ടതാണ്. ആദ്യം ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. മാസത്തിൽ വല്ലാർപാട് പനമ്പുകാട് ഗ്രാമത്തിലേക്ക് വന്നു ചേർന്ന എനിക്ക് കിട്ടിയ എന്റെ ഒരു ചേച്ചിയെ പോലെ തന്നെ കണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അന്ന് വന്ന സ്നേഹം ഈ നിമിഷം വരെ ആ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് തല്ലി പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും തന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കൂടെ നിന്നും സഹകരിച്ചു. ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾ പറയൂ. ചാലക്കുടി ചന്തയ്ക്ക് പോകും ചാലക്കുടി ചന്തയ്ക്ക് എന്റെ ആ ഫ്രണ്ടിനെ കുറിച്ച് 2 വാക്കല്ല 5 വാക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ ചൊല്ലട്ടുമോ?
അങ്ങനെ ഞങ്ങള് പുറമെ എല്ലാവർക്കും കാണുന്ന വിചാരിച്ചു ഞങ്ങൾ എന്ത് വലിയ ശത്രുക്കളാണെന്ന്. തുടർച്ചയായ 2-ാം വർഷവും അടിച്ചുകൊണ്ട് ഞങ്ങള് വീണ്ടും അതന്നെ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ ഫോട്ടോ എടുക്കട്ടെ. ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക് ഉച്ചക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചെറിയ പൂത്താലും താമര കണക്ക് ചോറ് മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥയൊന്നും അറിയാത്ത എന്റെ ഫ്രണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും എന്റെ ഫ്രണ്ടാണ് അത്. അമ്മയേക്കാൾ വലിയ പോരാളി പക്ഷെ ഞാനൊരു ഒരു വാക്കി പറയുമ്പോ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ ഗ്രൂപ്പില് എന്തൊരു തീരുമാനം വന്നാലും ആദ്യം മുടക്ക് പറയുകയും ആദ്യം എത്തുകയും ചെയ്യുന്നൊരു ഫ്രണ്ടാണ് എന്താ. പാട്ടിടും പാട്ടിലും എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഫ്രണ്ടായിട്ട് കിട്ടിയെന്ന് പറയാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല. നീ ആദ്യം ഉണ്ടാതിരിക്കുക. നമ്മുടെ കൂട്ടത്തിലെ ഫ്രീക്കി ആൻഡ് ആംഗ്രി ബേർഡ് ആണ് ദുർഗ. അയച്ചു വേണമെങ്കിൽ മൈക്കില്ല. ഹലോ, എന്റെ ഫ്രണ്ടിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ ചുരുക്കകാലം കൊണ്ട് നമ്മുടെ ഇടയിൽ വന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശാന്തമായ പാട്ട് അങ്ങാടി ഇടും. ഈ നാട്ടിന് കിന്നരി കോട്ടനാരുടെ കാമുക പണ്ടേ ഞാനൊരു വീരന ഈശമണിക്കാൻ മക്കിൽ പിടിച്ചാൽ സൽമാൻ ഞാനൊരു ജാക്കി. അധികം പറയാനായിട്ട് അറിയില്ല. മൈക്കില് പറയേ. പിന്നെ ഒരു ഗ്രൂ പറയണെങ്കിൽ എന്റെ പേര് തന്നെയുള്ള വേറൊരാള്
ഫുട്ബോൾ പാർട്ടിയാ? യൂസഫ് അലിക്ക് പോലും ഇത്ര തിരക്കുണ്ടാവില്ല. ആ കടയിൽ നമ്മൾ വിളിക്കുമ്പോ ഓടി വരുന്നതിന്റെ ഫ്രണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ഫ്രണ്ട്? മനസ്സിലായി. ഓരടി എടുക്കണം. ഞാനൊന്നു കരയും. പാടാത്താൾക്കാർ കൊടുക്കും. ഞാൻ പാടി. ഞാൻ പാടാം. അമ്പലക്കര അമ്പത്തൊമ്പത് കൊമ്പങ്ങളുടെ പൂരം, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. ആ പാണ്ടി നെയ്യടി മേളമോ കടയിലക്കത്തിനോളം, പാണ്ടി നെയ്യടി മേളം കടയിലക്കത്തിനോളം. പൂരം കാണാൻ നീ പൊരടി പെണ്ണെ, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം. ആയിരം വർണ്ണങ്ങൾ
ദേവദൂതർ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ മാനേ മധുര കരിമ്പേ